പങ്കാളിയുടെ മനസ്സിൽ മറ്റൊരു മുഖം തെളിയുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് പോലും ഏതൊരു വ്യക്തിയെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. കൂടെയുള്ള ആൾ പെട്ടെന്നൊരു ദിവസം അപരിചിതനെപ്പോലെ പെരുമാറുമ്പോൾ ആ മാറ്റങ്ങൾ വെറും തോന്നലാണെന്ന് പറഞ്ഞ് നമ്മൾ സ്വയം സമാധാനിപ്പിക്കാറുണ്ട്. എന്നാൽ മനസ്സ് മറ്റൊരു തീരത്തേക്ക് അടുക്കുമ്പോൾ പ്രിയപ്പെട്ടവർ അറിയാതെ തന്നെ അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ചില അടയാളങ്ങൾ ബാക്കിവെക്കും. പ്രണയത്തിലായാലും ദാമ്പത്യത്തിലായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 10 പ്രധാന ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഇതിലെ ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു തിരിച്ചറിവാകാം. ലക്ഷണം 1. ഫോണിനോടുള്ള അമിത ശ്രദ്ധ. ആദ്യത്തെ സൂചന അവരുടെ വിരൽത്തുമ്പുകളിലുണ്ട്. മുൻപ് ഫോൺ എവിടെയെങ്കിലും അശ്രദ്ധമായി ഇട്ടിരുന്ന ആൾ ഇപ്പോൾ അത് നിഴൽ പോലെ കൂടെ കൊണ്ടുനടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അടുത്ത് വരുമ്പോൾ പെട്ടെന്ന് സ്ക്രീൻ ഓഫ് ചെയ്യുകയോ ഡിസ്പ്ലേ തറയിലേക്ക് തിരിച്ചു വെക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു രഹസ്യ ലോകം ഉണ്ടെന്ന് മനസ്സിലാക്കാം. പാസ്വേഡുകൾ ഇടയ്ക്കിടെ മാറ്റുന്നതും നോട്ടിഫിക്കേഷനുകൾ ഹൈഡ് ചെയ്യുന്നതും കേവലം പ്രൈവസിയായി കാണാനാവില്ല. വിശ്വാസ്യതയിലുള്ള വലിയ വിള്ളലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ലക്ഷണം 2. വൈകാരികമായ മൗനം. ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരം കൂടുമ്പോൾ സംസാരം കുറയുന്നത് സ്വാഭാവികമാണ്. പണ്ട് എല്ലാ കാര്യങ്ങളും ആവേശത്തോടെ പങ്കുവച്ചിരുന്ന ആൾ ഇപ്പോൾ ശരി തുടങ്ങിയ ഒറ്റവാക്കുകളിൽ സംഭാഷണം അവസാനിപ്പിക്കുന്നുണ്ടോ? ഈ മൗനം അകൽച്ചയുടെ വിളംബരമാണ്. മനസ്സ് മറ്റൊരിടത്തായിരിക്കുമ്പോൾ നിങ്ങളുമായുള്ള സംസാരം അവർക്കൊരു ബാധയായി തോന്നിത്തുടങ്ങും. കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ മടിക്കുന്നതും വലിയൊരു മാറ്റമാണ്. ലക്ഷണം 3. അനാവശ്യമായ കുറ്റപ്പെടുത്തലുകൾ. നിങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ പോലും അവർക്ക് ഇപ്പോൾ അലോസരമായി തോന്നാം. ചെറിയ കാര്യങ്ങളിൽ പോലും കുറ്റങ്ങൾ കണ്ടെത്തുകയും നിങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലെ കുറ്റബോധത്തെ മറക്കാനുള്ള ഒരു പ്രതിരോധ തന്ത്രമാണിത്. സമാധാനപരമായ അന്തരീക്ഷം തകർത്ത് അനാവശ്യമായ വഴക്കുകൾ ഉണ്ടാക്കുന്നത് മറ്റൊരു ബന്ധത്തിലേക്ക് ചേക്കേറാനുള്ള ചവിട്ടുപടിയായി അവർ ഉപയോഗിക്കുന്നു. ലക്ഷണം 4. രൂപഭംഗിയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ. സ്വന്തം ലുക്കിലോ ശൈലിയിലോ മാറ്റം വരുത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ പെട്ടെന്ന് സൗന്ദര്യത്തിലും വസ്ത്രധാരണത്തിലും അമിത ശ്രദ്ധ നൽകുന്നത് ഒരു സൂചനയാണ്. പെട്ടെന്ന് ജിമ്മിൽ പോകുക, പുതിയ സ്റ്റൈലിലുള്ള വസ്ത്രങ്ങൾ വാങ്ങുക, വലിയ ഒരുക്കങ്ങൾ നടത്തുക എന്നിവ ശ്രദ്ധിക്കുക. നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായല്ല ഈ മാറ്റങ്ങളെങ്കിൽ അത് മറ്റാരെയോ സന്തോഷിപ്പിക്കാനോ ആകർഷിക്കാനോ ഉള്ള ശ്രമമാകാം. ലക്ഷണം 5. സമയക്രമത്തിലെ ദുരൂഹതകൾ. ജോലിത്തിരക്കിന്റെ പേര് പറഞ്ഞ് വീട്ടിലെത്താൻ സ്ഥിരമായി വൈകുന്നതും നിങ്ങളോടൊപ്പം ചെലവഴിക്കേണ്ട സമയം മറ്റു പല കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നതും വിള്ളലിന്റെ സൂചനയാണ്. ഈ സമയങ്ങളിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ കോളുകൾ അവഗണിക്കുകയോ ചെയ്തേക്കാം. വീട്ടിലിരിക്കുന്നതിനേക്കാൾ സന്തോഷം അവർക്ക് പുറത്ത് ലഭിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളോടൊപ്പമുള്ള ഓരോ നിമിഷവും അവർക്ക് ബോറടിപ്പിക്കുന്നതായി തോന്നും. ലക്ഷണം 6. ശാരീരിക അടുപ്പത്തിലെ വിമുഖത. സ്നേഹപൂർണമായ ഒരു തലോടലോ ആലിംഗനമോ അവർക്ക് ഇപ്പോൾ അരോചകമായി തോന്നുന്നുണ്ടോ എന്ന് നോക്കുക. ശാരീരികമായ അടുപ്പത്തിൽ നിന്ന് അവർ ബോധപൂർവം അകലം പാലിക്കുന്നത് ഒരു പ്രധാന ലക്ഷണമാണ്. മനസ്സ് മറ്റൊരിടത്തായിരിക്കുമ്പോൾ ശരീരം കൊണ്ട് നിങ്ങളെ സ്വീകരിക്കാൻ അവർക്ക് പ്രയാസം നേരിടും. വൈകാരിക ബന്ധത്തിന്റെ തകർച്ചയാണ് സ്പർശനങ്ങളിലെ ഈ തണുപ്പ് വിരൽ ചൂണ്ടുന്നത്. ലക്ഷണം 7. അമിതമായ സ്വകാര്യത. മുൻപ് നമ്മുടേത് എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്റേത് എന്നതിലേക്ക് ചുരുങ്ങുന്നത് കാണാം. എന്റെ ഫോൺ, എന്റെ യാത്രകൾ, എന്റെ സുഹൃത്തുക്കൾ എന്നിങ്ങനെയുള്ള വേർതിരിക്കലുകൾ ദാമ്പത്യത്തിലെ ഐക്യം നഷ്ടപ്പെട്ടതിന്റെ ലക്ഷണമാണ്. സാമ്പത്തിക കാര്യങ്ങളോ തീരുമാനങ്ങളോ നിങ്ങളുമായി പങ്കുവെക്കാതെ രഹസ്യമാക്കി വെക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവമായി കാണണം. ലക്ഷണം 8. ചോദ്യങ്ങളോടുള്ള പ്രകോപനം. വളരെ സാധാരണമായ ഒരു ചോദ്യം ചോദിച്ചാൽ പോലും അവർ വല്ലാതെ പൊട്ടിത്തെറിക്കുന്നത് കാണാം. എന്നെ സംശയിക്കുകയാണോ എന്ന സ്ഥിരം ചോദ്യത്തിലൂടെ നിങ്ങളെ കുറ്റബോധത്തിലാക്കാൻ അവർ ശ്രമിക്കും. കുറ്റബോധം ഉള്ള ഒരാൾ എപ്പോഴും മറ്റുള്ളവർ തന്നെ പിടിക്കുമോ എന്ന് ഭയപ്പെടും. ആ ഭയമാണ് പെട്ടെന്നുള്ള ദേഷ്യമായും പ്രകോപനമായും പുറത്തുവരുന്നത്. ലക്ഷണം 9. ഭാവിയെക്കുറിച്ചുള്ള പ്ലാനുകളിൽ നിന്നുള്ള പിന്മാറ്റം. നാളെകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ നിന്ന് അവർ പതുക്കെ പിന്മാറുന്നത് കാണാം. ഒരു യാത്ര പോകാനോ പുതിയൊരു വീട് പണിയാനോ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ അത് കേട്ടില്ലെന്ന് നടിക്കുന്നു. നിങ്ങളോടൊപ്പമുള്ള ഒരു ഭാവി അവർ ഇനി ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണിത്. ഭാവിയെക്കുറിച്ചുള്ള സംസാരം അവർക്ക് അസ്വസ്ഥയാണ് ഉണ്ടാക്കുന്നത്. ലക്ഷണം 10. അപ്രതീക്ഷിതമായ അമിതസ്നേഹം. ഈ ലക്ഷണം പലപ്പോഴും നമ്മെ തെറ്റിദ്ധരിപ്പിക്കും. താൻ ചെയ്യുന്നത് തെറ്റാണെന്ന ബോധമുള്ളിൽ കുറ്റബോധം നിറക്കുമ്പോൾ അത് മറക്കാൻ അവർ വല്ലാത്ത സ്നേഹവും വലിയ സമ്മാനങ്ങളും നൽകി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. ഈ കൃത്രിമ സ്നേഹം നിങ്ങളെ അമിതമായി വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മൂടുപടം മാത്രമാകാം. സുഹൃത്തുക്കളെ, ഈ ലക്ഷണങ്ങൾ ഒരാളിൽ കണ്ടതുകൊണ്ട് മാത്രം അവർ നിങ്ങളെ വഞ്ചിക്കുന്നു എന്ന് അർത്ഥമില്ല. ജോലിസ്ഥലത്തെ സമ്മർദ്ദമോ മറ്റ് മാനസിക വിഷമങ്ങളോ ഇതിന് കാരണമാകാം. അതുകൊണ്ട് സംശയങ്ങൾ മനസ്സിൽ വെക്കാതെ അവരോട് തുറന്നു സംസാരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. നന്ദി.